ഹലോ, ഞാനിന്ന് ബീഫ് കറിയാണ് വെക്കുന്നത്. നമുക്ക് 1 കിലോനോളം ബീഫ് കിട്ടിയിട്ടുണ്ട്. അത് കുറച്ച് എല്ലുള്ള ബീഫും കൂടെയാണ്. അപ്പോൾ അത് കഴുകി വാരി നന്നായി വെള്ളമൊക്കെ പോയതിന് ശേഷം നമ്മൾ ഈ ബീഫിലേക്ക് ഒരു 2 വലിയ സവാള, അതുപോലെ തന്നെ 1/4 കിലോ ചുമന്നുള്ളിയും എടുത്തായിരുന്നു. കൂടാതെ നമുക്ക് പച്ചമുളക് ഒരു 6 പച്ചമുളകോളം ഞാൻ ചെറുതായിട്ട് കീറി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒതുക്കിയതാണ്, അതായത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയും കൂടി എടുത്തായിരുന്നു. പിന്നെ 2 വലിയ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞ് ആവശ്യത്തിന് വേണ്ട കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമുക്ക് ഉപ്പും പാകത്തിന് കല്ലുപ്പും ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പൊടി ഐറ്റം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ ബീഫ് മസാല, 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയുമാണ് ഞാൻ കണക്കിനിട്ടേക്കണത്. ഇതെല്ലാം കൂടെ നമുക്ക് 1 പിടിയോളം വരും പച്ചവെളിച്ചെണ്ണ. 1 പിടിയോളം പച്ചവെളിച്ചെണ്ണയും കൂടെ ഇട്ട് നന്നായിട്ട് നമ്മളിത് തിരുമ്മിക്കൂട്ടണം. അതായത് ഈ ബീഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു പച്ച മസാലയും ഇതെല്ലാം കൂടെ ഇറച്ചിയുമായിട്ട് തിരുമ്മി വെക്കുന്നതാണ്. ഇതൊക്കെ പണ്ട് പഴയ കാലത്തെ ആൾക്കാർ ചെയ്യുന്നൊരു രീതിയായിരുന്നു. നമുക്ക് പഴയ കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന അതേപോലത്തെ ഒരു ബീഫ് കറി ആയിരുന്നു. നമ്മളൊരു 10 മിനിറ്റോളം ശരിക്കും പറഞ്ഞാൽ ഈ ഇറച്ചിയിൽ ഈ മസാലകൾ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കാര്യം എന്നാലേ നമുക്ക് ഈ ഇറച്ചിക്ക് അത്ര ടേസ്റ്റ് കിട്ടുള്ളൂ, എല്ലാം അതിൽ നന്നായി പിടിക്കട്ടെ. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞാനത് കുക്കറിലേക്ക് മാറ്റി. കാര്യം നമുക്ക് അടുപ്പില്ല, നമുക്ക് ഗ്യാസിൽ തന്നെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം കുക്കറിലേക്ക് തന്നെ അത് മാറ്റി. എന്നിട്ട് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. കുക്കറിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ ഗ്യാസിൽ വെച്ച്, എൻ്റെ കുക്കറിൻ്റെ അളവെന്ന് വെച്ചാൽ നമുക്കൊരു 8 വിസിൽ എനിക്ക് വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഒരു 8 വിസിലിട്ടപ്പോഴേക്കും എനിക്ക് ഈ എല്ലുള്ള ബീഫ് ആയത് കാരണം അത്യാവശ്യം വേവ് നിന്നേച്ച്. അപ്പോൾ ആ വേവൊക്കെ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയായിരുന്നു. ബീഫ് വെന്തതിന് ശേഷം അതിൻ്റെ ഒരു ചെറിയൊരു പൊടിക്കൈ എന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ ചട്ടി എടുത്ത് വെച്ചു. ആ ചട്ടിയിലേക്ക് ഒരു 10-12 ഉള്ളി എടുത്തായിരുന്നു. ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞൊരു 12 ഉള്ളിയും, അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്ത്, പിന്നെ വറ്റൽമുളകാണ് ഞാൻ എടുത്തേക്കണത്. ഒരു 6-7 ഞാൻ വറ്റൽമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് 3ഉം കൂടെ നന്നായിട്ട് നല്ല മെറൂൺ കളർ വരെ ഞാൻ വഴറ്റിയെടുത്ത്, എന്നിട്ട് അതിലേക്ക് വേറൊന്നുമല്ല, നമ്മുടെ കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് ബീഫ് മസാലയുടെ പൊടി, ഇത് 2ഉം കൂടെ ഇട്ട് കൊടുത്ത് 2ഉം നല്ലോണം ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളുടെ കുക്കറിൽ ബീഫൊക്കെ നല്ല വെന്ത് നല്ല പാകമായിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ചെറുതിയിൽ ഒരു 10 മിനിറ്റും കൂടെ വെള്ളം വറ്റിച്ചൊന്ന് വരട്ടിയെടുത്ത് നോക്കിയേ. ഇത് അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല അട്ടിപ്പം കറിയായിരിക്കും. കാര്യം നമ്മളെപ്പോഴും വാട്ടി വെക്കുന്ന കറിയും ഇങ്ങനെ പച്ചനെ എല്ലാം കൂടെ പെരട്ടി വെക്കുന്ന കറിയും രണ്ടും 2 ടേസ്റ്റാണ്. ഇത് സാധാ വാട്ടി വെക്കുന്നതിനേലും കൂടുതൽ ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയണം. പിന്നെ എൻ്റെ പുതിയൊരു ചാനലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനലുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.